എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതായത് സെപ്റ്റംബർ 20-ാം തീയതി അവസാനിക്കും. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. നേരത്തെ നൽകിയുള്ള എല്ലാവിധ ഓപ്ഷനുകളും റിമൂവ് ചെയ്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സും ഓപ്ഷനായിട്ട് നൽകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് ഉള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയുള്ള കോളേജ് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളുമായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് വരുന്ന സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. കാരണം ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കോളേജിൻ്റെ ഒരു തീരുമാനമാണ്, അതായത് കോളേജിൻ്റെ ഇഷ്ടമാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഒരു കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. പിന്നീട് ഉള്ള സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമായിരിക്കണം ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെ ഓപ്ഷൻ നൽകാം എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതായത് നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ കോളേജുമായിട്ട് നിങ്ങൾക്ക്, അതായത് ഈ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പേജിൽ മുകളിലായിട്ട് തന്നെ നോക്കുന്ന സമയത്ത് അതായത് കോളേജിൻ്റെ ഒരു കോഡ് കാണാം. ആ ഒരു കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അക്ഷരങ്ങളല്ല, കുറച്ച് അക്കങ്ങളൊക്കെ കാണാൻ സാധിക്കും. അക്കങ്ങളൊക്കെ ഇട്ട് സ്ലാഷൊക്കെ ഇട്ട് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സൊക്കെ കാണാം. അപ്പോൾ അതാണ് ആ ഒരു കോളേജ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള NOCയുടെ ആ ഒരു ഡീറ്റെയിൽസ് ആണത്. അത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ്, ആ ഒരു പേജിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു തൊട്ട് മുകളിലായിട്ട് തന്നെ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ, അതായത് കുറച്ച് അക്കങ്ങളും അതുപോലെ തന്നെ ഈ ഒരു NOC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ്. NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക്, അഥവാ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ ഇഷ്യൂ ചെയ്യും. അതായത് ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പേജിൻ്റെ മുകളിലായിട്ട് തന്നെ ആ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന കോളേജിൽ അപേക്ഷയാണ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ നൽകാവൂ. അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജ് നൽകുക. അതുപോലെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പുതിയൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതിയ കോളേജിലേക്ക് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നൽകുന്ന കോളേജുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. ഇനി ഓപ്ഷൻ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കിവിടെ ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ആയിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളായിരിക്കും നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഓപ്ഷൻ നൽകുക. നഴ്സിംഗ് ഉൾപ്പെടെ വിവിധ കോഴ്സുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള ഓപ്ഷൻസ്, കോളേജുകൾ, കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. നഴ്സിംഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് വിവിധ കോഴ്സുകൾ കാണാം. നിലവിലിപ്പോൾ ഇതിൽ നഴ്സിംഗ്, അതുപോലെ MLT, അതുപോലെ മറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ഏത് രീതിയിലാണ്, അതായത് ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമോ, ഇതൊക്കെ ആശ്രയിച്ച് നിങ്ങൾ ഈ ഒരു ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു
നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷനെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം, അതായത് ഇവിടെ 1 എന്ന് വന്നിട്ടുള്ള അതേ ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു ഓപ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രയാണ് അത് നൽകുക. ഈ ഒരു രീതിയിൽ നിങ്ങളൊരു 100 ഓപ്ഷൻ മിനിമം നൽകുന്നുണ്ട് എങ്കിൽ ഒരു 10 ഓപ്ഷൻ വീതം നൽകിയ ശേഷം നിങ്ങൾ അത് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ പേജ് റിഫ്രഷ് ആവുകയാണ് എങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു ഓപ്ഷൻ നമ്പർ വീണ്ടും നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു 10 നൽകിയ ശേഷം സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അതിനുശേഷം അടുത്തതായിട്ട് 11 തൊട്ട് 20 വരെയുള്ള കൊടുത്ത ശേഷം സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങളിപ്പോൾ ഒരു 100 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത്, ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ഏത് കോഴ്സിലാണ് ഏത് കോളേജിലാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നൽകുക. നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധയോടെ മാത്രം നിങ്ങൾ ഓപ്ഷൻ നൽകുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്പർ വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക്, അതായത് ആ ഒരു ബോക്സിൽ ടച്ച് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു നമ്പറിനെ അതായത് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ കോഴ്സുകൾ അതായത് ആ ഒരു ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതായത് ഏത് കോളേജ് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളത് ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ NRI കോട്ടയിൽ അതായത് ഇവിടെ NRI കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, NRI കോട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള അതായത് നിങ്ങളുടെ സ്പോൺസറുടെ അഫിഡവിറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, വിസ എന്നിവയുടെ ഈ ഒരു എംബസി അറ്റസ്റ്റഡ് കോപ്പി, അതായത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇതുപോലുള്ള ഈ ഒരു നിങ്ങളുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു NRI കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം NRI കോട്ട സീറ്റിലേക്ക് ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ സമയത്ത് NRI കോട്ട ഡോക്യുമെൻറ്റ് നിങ്ങൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അത് സാധാരണഗതിയിൽ കോളേജ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ കോളേജ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ, അതായത് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഇൻസ്ട്രക്ഷൻസിൻ്റെ താഴെയായിട്ട്, അതായത് അവൈലബിൾ കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് നമ്പേഴ്സും അതുപോലെ തന്നെ NOC എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ കോളേജിൻ്റെ കോഡൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് ഒരു എഴുതിയത് കാണാൻ സാധിക്കും. അതായത് ഒരു ഓർഡറിൻ്റെ ആ ഒരു രീതിയിൽ എഴുതിയത് കാണാൻ സാധിക്കും. അതായത് ഓർഡർ നമ്പർ എന്നുള്ള രീതിയിൽ എഴുതിയത് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് കോളേജ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇല്ല എങ്കിൽ കൂടി വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ഒരു ഇഷ്യൂ ചെയ്തതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത വിദ്യാർത്ഥികൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതിയാകും. പ്രത്യേകിച്ച് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നിങ്ങൾ ഓപ്ഷൻ നൽകിയ ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ, അതായത് ആ ഒരു ഓപ്ഷൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ തന്നെയല്ലേ വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക്, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇങ്ങനെ ഓപ്ഷൻ നൽകി നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ വീണ്ടും ആ രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് ആ ഒരു പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തത് കാണാൻ സാധിക്കും. അവിടെ പ്രത്യേകിച്ച് വേറൊരു കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തത് കാണാൻ സാധിക്കും. അതായത് ഇളം പച്ച കളറിലാണ് അത് ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതനുസരിച്ചാണ് അത് ഹൈലൈറ്റ് ചെയ്തത് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ആദ്യത്തെ 2 ഗവൺമെൻറ് കോളേജ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു 2 ഗവൺമെൻറ് കോളേജ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോളേജ് ഫസ്റ്റ് ആദ്യത്തെ 2 ഓപ്ഷനുകളായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അതിനുശേഷം ഇത് ഞാൻ സേവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം, അതായത് ജസ്റ്റ് താഴേക്ക് പോകുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ താഴെ നിങ്ങൾക്കത് ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് ഈ ഒരു പേജ് ഞാൻ ആദ്യത്തെ ഹോം പേജിലേക്ക്, അതായത് ഈ ഒരു
പേജിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം ആ ഒരു പേജിൽ വന്നിട്ടുള്ള, അതായത് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള മാറ്റം കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു നൽകിയുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇനി മറ്റൊരു കോളേജ് കൂടി ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതായത് ജസ്റ്റ് ഈ സൈഡിൽ ആക്കിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ, കാരണം അല്ലെങ്കിൽ ഓപ്ഷൻ മാത്രമാണ് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ അതിനുശേഷം ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ, അതായത് നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് നാളെ വൈകുന്നേരം 5 മണി വരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.